എത്ര പെൺകുട്ടികളെയാണ് പീഡിപ്പിച്ചതിൻ്റെ കഥ വരുന്നത്. ഒരു വശത്ത് അദ്ദേഹം ഗഞ്ചാവടിച്ചതിൻ്റെ കഥ വന്നു, ആ കേസ് ഒരു വശത്ത് നിൽക്കുന്നു. വനം വകുപ്പിൻ്റെ കാര്യങ്ങൾ ഒരു വശത്ത് നിൽക്കുന്നു. പുലിപ്പല്ലുമായി ബന്ധപ്പെട്ട നഖവുമായി ബന്ധപ്പെട്ട വിഷയം ഒരു വശത്ത് നിൽക്കുന്നു. അപ്പോഴാണിത് പുതിയ കുറേ പെൺകുട്ടികളെ പീഡിപ്പിച്ചിരിക്കുന്നത്. ഭയം കൊണ്ട് പെൺകുട്ടികൾ പുറത്ത് പറയുന്നില്ല. ഒരു യുവ ഡോക്ടർ പുറത്ത് പറഞ്ഞതുകൊണ്ട് ഇത് നമ്മൾ അറിഞ്ഞു. രാമനെയും ബുധനെയും അതുപോലെ തന്നെ കൃഷ്ണനെയും അയ്യപ്പനെയും ഒക്കെ തെറി പറയുമ്പോൾ കോടാനുകോടി ജനങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടയാളമായിട്ടുള്ള ഇവരെയൊക്കെ, പ്രത്യേകിച്ച് ബുദ്ധനെയൊക്കെ പറയുമ്പോൾ ആരാണ് ബുദ്ധൻ? പട്ടിക്കിട്ടിരിക്കുന്ന പേര് ബുദ്ധൻ എന്നാണ്. ആരാണ് ഈ ബുദ്ധൻ? സ്വന്തം രാജകുടുംബത്തിൽ നിന്ന് രാജപദവിയിൽ നിന്ന് ഇറങ്ങിപ്പോയി ബോധിവൃക്ഷത്തിൻ്റെ അടുത്ത് ചെന്നിരുന്ന് എന്താണ് മാനവരാശിയുടെ ദുഃഖത്തിൻ്റെ കാരണമെന്ന് അന്വേഷിച്ച മഹാമനുഷ്യല്ലേ? അല്ലെങ്കിൽ ആരാണ് അദ്ദേഹം? ഋഷീശ്വരന്മാരിൽ ഋഷീശ്വരനായിട്ടുള്ള എത്രയോ, നമുക്ക് ആ പേര് പറഞ്ഞാൽ അപ്പോൾ നീറ്റ് നമ്മൾ സല്യൂട്ട് അടിക്കണം, തൊഴണം. അത്ര വലിയ സംഭാവന ലോകത്തിന് നൽകിയ ബുദ്ധൻ, ശ്രീരാമൻ മര്യാദ പുരുഷോത്തമനാണെന്ന് പറഞ്ഞ് കളിയാക്കിയ ശ്രീരാമൻ, വേടൻ കളിയാക്കിയാണ് ചെയ്തത്. ആ വേടൻ, താങ്കൾ മനസ്സിലാക്കുക, ഗുരുത്വദോഷം എന്നൊരു കാര്യമുണ്ട് കേട്ടോ. മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുന്ന ഗുരുത്വദോഷമുണ്ട്. അത് താങ്കൾക്ക് നന്നായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ട് കാര്യവുമില്ല. കാരണം അത്രമാത്രം നിങ്ങൾ വലിയ തോതിലാണ് നിങ്ങൾ ഈ സമൂഹത്തിൽ ഈ അഴുക്കുകൾ, വെറുപ്പിൻ്റെ ഒരു ഇടം നിങ്ങൾ സൃഷ്ടിച്ചത്. പക്ഷേ അതിൻ്റെ തമാശ എന്തെന്ന് പറഞ്ഞാൽ കേരള സമൂഹത്തിന് ഇത് ചർച്ച ചെയ്യേണ്ട വിഷയമേ അല്ല. അതേ ഒളിവിലാണ്. പോലീസും ഇങ്ങനെ തണുത്ത് സൈബർ ഇൻഫോ പാർക്കിൻ്റെ തൃക്കാക്കര ഇൻഫോ പാർക്ക് പോലീസാണ് ഇത് കേസെടുത്തിരിക്കുന്നത്. അവരും ഇങ്ങനെ തണുത്ത് പോവുകയാണ്. പുള്ളിക്കാരൻ ഒളിവിലാണ്.